മലയാളികളുടെ മനസ്സിൽ ദശകങ്ങളായി തരിളിതമാക്കുന്ന പ്രണയകാവ്യമാണ് ചങ്ങമ്പുഴയുടെ രമണൻ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും അടർത്തിയെടുത്ത മനോഹരമായൊരു കാവ്യം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരം 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ കഥയിൽ പ്രകൃതിയുടെ നിഷ്കളങ്കതയും മനുഷ്യന്റെ ക്രൂരമായ ജാതിമത ചിന്തകളും തമ്മിലുള്ള പോരാട്ടമുണ്ട്. കാടിന്റെ മക്കളുടെ സംഗീതവും പണത്തിന്റെ ഹുങ്കും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ട്. ഇതൊരു സാധാരണ പ്രണയകഥയല്ല. ആത്മാർത്ഥമായ സൗഹൃദവും ചതിക്കപ്പെട്ട പ്രണയവും ഒടുവിൽ കരളലയിക്കുന്ന ഒരു അന്ത്യവും ഇതിലുണ്ട്. നമ്മുടെ കഥ തുടങ്ങുന്നത് സഹ്യപർവ്വതത്തിന്റെ മനോഹരമായ താഴ്വരയിൽ നിന്നാണ്. ഈ മലനിരകളെ ആസ്വദിച്ച് രമണൻ അവന്റെ ഉറ്റ സുഹൃത്തായ മദനോടൊത്ത് ആടുകളെ മേച്ചു നടന്നു വരുന്നു. വാ, നമുക്ക് ആ പാറക്കൂട്ടത്തിന്റെ പുറത്തിരിക്കാം. ഞാൻ ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കട്ടെ. ഈ മലകളും പൂക്കളും കാറ്റുമൊക്കെ ജീവനുള്ള മനുഷ്യനെ പോലെയാണ്. മനുഷ്യനേക്കാൾ വിശ്വാസം എനിക്ക് ഈ കാട് തന്നെയാണ്. നോക്കൂ മദന്, ഈ പ്രകൃതി ഭംഗിയും കാറ്റും നമ്മോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നില്ലേ? എനിക്കറിയാം രമണ, നീ ഒരു കവിഹൃദയമുള്ളവനാണ്. ശരിയാണ് രമണ, കാട് ഭംഗിയാണ്. പക്ഷെ നീ കാടിൻ്റെ ഭംഗി കണ്ടിരുന്നാൽ മതിയോ? ഉച്ചയായില്ലേ, നമുക്ക് വിശക്കില്ലേ? എനിക്ക് വിശപ്പ് പോലും ഓർമ്മയില്ല. എൻ്റെ മനസ്സ് നിറയെ സംഗീതമാണ്. നിന്റെ മധുരമായ ഓടക്കുഴൽനാദം കേട്ട് കാട്ടിലെ കിളികൾ പോലും നിശബ്ദമാകുന്നല്ലോ. നീ ഈ ലോകത്ത് ഇത്രയധികം സ്നേഹിക്കരുത്. അത് നിനക്ക് വേദന മാത്രമേ തരൂ. എനിക്കതൊന്നും അറിയില്ല. എനിക്ക് സ്നേഹിക്കാനേ അറിയൂ. എനിക്ക് നിന്റെ നിഷ്കളങ്കത കണ്ട് പേടിയാണ്. രമണ, നമ്മൾ ഈ കാട്ടിൽ ജനിച്ചത് എത്ര നന്നായി. അവിടെ താഴെ മനുഷ്യർ പണത്തിനു വേണ്ടി പരസ്പരം യുദ്ധം ചെയ്യുകയല്ലേ. ഇവിടെ നമുക്കാരെയും പേടിക്കണ്ട. എന്തോ ഒരു അകാരണമായ സങ്കടം തോന്നുന്നു. ഈ കാറ്റിന് വല്ലാത്തൊരു തണുപ്പ്. ഈ പൂക്കൾക്ക് തെളിച്ചമില്ലാത്തതുപോലെ തോന്നുന്നു. നിനക്ക് വെറുതെ തോന്നുന്നതാ. നീ കുറച്ചുകൂടി ധൈര്യമായി ഇരിക്കണം. പാവങ്ങളെ മുതലെടുക്കാൻ കാത്തിരിക്കുന്ന കഴുകന്മാർ പുറത്തുണ്ട്. നീ വാ, നമുക്ക് പോകാം. ഇന്ന് ഞാൻ തനിച്ചാണ്. മദനൻ കൂടെയില്ല. ഈ പ്രകൃതിയുമായി എനിക്ക് സല്ലപിക്കാൻ കിട്ടിയ അവസരം. നീ ആരാ? എന്തിനാ പേടിക്കുന്നേ? നിന്റെ കയ്യിൽ എന്താ? പൂക്കളാണോ? നീ എന്തിനാ വിറയ്ക്കുന്നത്? ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങില്ലല്ലോ. ഇവളെ കാണാൻ എന്ത് ഭംഗിയാണ്. കവികൾ വർണ്ണിക്കുന്ന അപ്സരസുകൾ പോലും ഇവളുടെ മുന്നിൽ ഒന്നുമല്ല. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ. നഗരത്തിലെ പൂന്തോട്ടത്തിൽ പോലും ഇത്രയും ഭംഗിയുള്ള പൂക്കൾ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ പേരെന്താ? വീടെവിടാ? എന്താ ജോലി? എൻ്റെ പേര് രമണൻ. ഞാൻ ആടുകളെ മേയ്ക്കുന്നവനാ. ഈ കാടാണ് എൻ്റെ വീട്. നിനക്ക് പാടാൻ അറിയുമോ? നിന്റെ കയ്യിലിരിക്കുന്നത് ഓടക്കുഴലല്ലേ? എങ്കിൽ ഒന്ന് പാടാമോ? നീയൊരു മാന്ത്രികനാണല്ലോ രമണ. രമണ എന്ന ആ വിളിയിൽ എൻ്റെ ജന്മം സഫലമായി. പാടില്ല നമ്മെ നമ്മൾ പാടെ മാറന്നൊന്നും ചെയ്തു കൂടാ. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ കൊണ്ടുപോ.
വേണ്ടിന്നു വേണ്ടു മലാളെ. നമ്മളിൽ പ്രേമം കിളർന്നതിൽ പിന്നെ ഇന്നൊരു വർഷം തികച്ചുമായി. ഇന്നെന്നപേക്ഷയെ കൈവെടിയാത്തൊന്നെന്നെ കൂടെങ്ങു കൊണ്ടുപോകൂ. ഇന്നു മുഴുവൻ ഞാൻ ഏകനായി കുന്നിൻ ചരുവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. കാനനശായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. പവനലോലനായകനായി പോകുക പോകുക ജീവനാഥ. ചന്ദ്രികേ, അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ നാളെയും വരാം. നമുക്കിനിയും കാണാം. കാട്ടിലെ പൂക്കൾക്കിനി ചന്ദ്രികയുടെ മുഖമായിരിക്കും, കാറ്റിന് അവളുടെ ചിരിയായിരിക്കും. വിധിയുടെ ക്രൂരമായ വിനോദം ഇവിടെ തുടങ്ങുകയാണ്. പിന്നീടുള്ള ദിവസങ്ങൾ രമണന്റെ ജീവിതത്തിൻ്റെ വസന്തകാലം ആയിരുന്നു. വസന്തമെന്ന് പറഞ്ഞാൽ പോരാ, ജീവിതം തന്നെ ഒരു ഉത്സവമായി മാറിയ സമയം. രമണൻ ആടുകളെ നോക്കാനുള്ള ആവേശമെല്ലാം പോയി. അവൻ ചന്ദ്രികയെ നോക്കിയിരിക്കും. ചന്ദ്രികയ്ക്കും കൊട്ടാരത്തിനുള്ളിലെ സുഖസൗകര്യത്തെക്കാൾ ഈ കാടായിരുന്നു കൂടുതലും പ്രിയം. ഞാൻ താങ്കൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തരാൻ ഒന്നുമില്ല. എൻ്റെ ഓടക്കുഴൽ നിനക്ക് തരാം. എനിക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവൻ്റെ ജീവനാണിത്. വേണ്ട രമണ, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നീ പാടുമ്പോൾ ഞാൻ അടുത്തിരുന്നാൽ മതിയല്ലോ. രമണ, ആ പെൺകുട്ടി ആരാണെന്നും നമ്മൾ ആരാണെന്നും നിനക്കറിയാമല്ലോ. പണക്കാരുടെ ലോകം വേറെയാണ്. അവിടെ സ്നേഹത്തിനേക്കാൾ വില പണത്തിനും അന്തസ്സിനുമാണ്. നീ വെറുതെ സ്വപ്നം കണ്ട് ജീവിതം കളയരുത്. നീ എന്തിനാ മദന എപ്പോഴും ഇങ്ങനെ അശുഭചിന്തയുമായി നടക്കുന്നത്? ചന്ദ്രിക എന്നെ ചതിക്കില്ല. അവൾക്ക് എന്നെ ജീവനാണ്. സ്നേഹം കണ്ണടപ്പിച്ച ഒരാളോട് വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ. എന്തു പറ്റി ചന്ദ്രികയെ? നീ എന്താ വരാൻ വൈകിയത്? നീ കരഞ്ഞോ? വീട്ടിൽ കല്യാണാലോചനകൾ നടക്കുന്നു. കല്യാണമോ? നീ എന്താ ഈ പറയുന്നത്? ഞാൻ പോകുന്നു രമണ, നാളെ വരാൻ നോക്കാം. എന്താ ഇത്? തമ്പുരാട്ടി തന്നുവിട്ടതാ. ദയവായി മറക്കൂ. നിന്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ ആൾക്കാർ നിന്നെ കൊല്ലും. അതെനിക്ക് സഹിക്കില്ല. ഞാൻ വീട്ടുതടങ്കലിലാണ്. എൻ്റെ വിവാഹം ഉറപ്പിച്ചു. നീ എല്ലാം മറന്നേക്ക്. നമ്മൾ തമ്മിൽ ഇനി കാണില്ല. കല്യാണമോ? ചന്ദ്രയ്ക്കോ? ഇനി നീ തമ്പുരാട്ടിയെ കാണാൻ ശ്രമിച്ചാൽ നിന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുന്നു. മദനൻ പറഞ്ഞതായിരുന്നു ശരി. ഞാൻ അതിരുകൾ ലംഘിച്ചു. ഈ ലോകത്തോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു. രമണ, നീ ഇങ്ങനെ സ്വയം നീർത്തീരരുത്. ഈ ലോകം ഇങ്ങനെയാണ്. നീ പറയുന്നത് ശരിയാണ് രമണ. ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിച്ചു. വാ, നമുക്ക് പോകാം. ഈ തറവാടിന്റെ മാനം ആകാശത്തോളം വലുതാണ്. അതിലൊരു ഇടയൻ കരിവാരിത്തേക്കാൻ ശ്രമിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. നീ എന്താണ് വിചാരിച്ചത്? കാട്ടിൽ കിടക്കുന്ന ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകാമെന്നോ? നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് നീ തെരുവിലിട്ടു. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ആ ഇടയൻ ചെക്കൻ ജീവനോടെ ഉണ്ടാകില്ല. അയ്യോ വേണ്ട, ഞാൻ എല്ലാം മറന്നേക്കാം. അച്ഛൻ പറയും പോലെ ഞാൻ കേൾക്കാം. അവനെ ഒന്നും ചെയ്യരുതേ. അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം.
നീ ഉറങ്ങുന്നില്ലേ? നീ കിടന്നുറങ്ങിക്കൂ. ഞാൻ കുറച്ചു നേരം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കട്ടെ. ശരി എന്നാ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. വേദനയില്ലാത്ത, ചതിയില്ലാത്ത, ചന്ദ്രികയുടെ ഓർമ്മകൾ വേട്ടയാടാത്ത ഒരു ലോകം. അങ്ങനെ ഒരു ലോകം മരണം മാത്രമാണ്. എൻ്റെ ക്ഷമ കെട്ടുപോകുന്നു രമണ. എനിക്ക് എൻ്റെ കൂട്ടുകാരനെ തിരികെ വേണം, ആ പഴയ ചുറുചുറുക്കുള്ള രമണനെ. ഒരു പെണ്ണ് പോയതിന് നീ ഇങ്ങനെ നിന്റെ മനസ്സ് നീറ്റാതെ. നിനക്ക് ഭ്രാന്താണോ? നീ അതെല്ലാം മറക്ക്. മദന, എനിക്ക് ജീവിക്കണമെന്നുണ്ട്. പക്ഷേ ഓരോ ശ്വാസവും എനിക്ക് വേദനയാണ്. നമ്മൾ പണ്ട് എത്ര സന്തോഷത്തിലായിരുന്നു. ആ പഴയ കാലം നമുക്ക് വീണ്ടെടുക്കാം. നീ തളരാതെ രമണ, വാ നമുക്ക് പോകാം. നിന്റെ സ്നേഹം സത്യമായിരുന്നു മദന. ജീവിതം എന്ന ഭാരം ഇറക്കി വെക്കാൻ സമയമായി. രമണ, 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 എവിടെ പോയി ഇവൻ? രമണ, അയ്യോ, ഇവനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവൻ ഇത് എവിടെ പോയി? രമണ, ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ കൂട്ടുകാരൻ ഈ വള്ളിപ്പടർപ്പിൽ ഒരു വാടിയ പൂ പോലെ തൂങ്ങിക്കിടക്കുന്നുവല്ലോ. എടാ ചതിയാ, നീ എന്നെ തനിച്ചാക്കി പോയല്ലോ. ഞാൻ പറഞ്ഞതല്ലേ നമുക്കിവിടെ നിന്ന് പോകാമെന്ന്. നീ എന്തിനാ ഇത് ചെയ്തത്? എന്നോട് ക്ഷമിക്കൂ. ഞാൻ ആരോടാ ക്ഷമിക്കേണ്ടത്? നിന്നോടോ അതോ ഈ ക്രൂരമായ വിധിയോടോ? ഒരു സാധാരണ ഇടയന്റെ അസാധാരണമായ പ്രണയകഥയ്ക്ക് രക്തം കൊണ്ട് ഒരു പൂർണ്ണ വിരാമം. രമണന്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.